മാസ് അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് മൈക്രോവേവ് വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗായ്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈക്രോവേവ് വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു എൻട്രി പാസിൻ്റെ ആ ഒരു ഭാഗമാണ്. അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ടൂറിസം പ്ലേസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല രീതിയിൽ മതിലൊക്കെ കെട്ടി ചെറിയ ഫോറസ്റ്റിൻ്റെ എന്തോ ഓഫീസോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറി പോയിട്ട് ആ മൈക്രോ വ്യൂ പോയിൻറ്റിൻ്റെ ആ മനോഹരമായ ദൃശ്യം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മൊത്തം ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കുറേ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അതിനകത്തോടെ ചാടി വേണം നമുക്ക് നേരത്തെ പോകാൻ. അപ്പോൾ അതിലും നല്ല മനോഹരമായ രീതിയിൽ ഇപ്പം നല്ല കവാടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ആ വന്നപ്പോൾ തന്നെ കണ്ട ആ ഒരു ദൃശ്യം. നമ്മൾ പതിയെ മൈക്രോവേവ് വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്രോവേവ് വ്യൂ പോയിൻ്റ് കാണുമ്പോൾ നേരത്തെ നല്ല പച്ചപ്പും നല്ല ഹരിതാവുമായി കിടക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കാട്ടുതീയൊക്കെ വന്ന് മൊത്തം കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കാണുമ്പോൾ ഒരു യുദ്ധഭൂമി കൂടെ നടക്കുന്ന ഒരു ഫീൽ പോലെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി പോവാണ്. അപ്പം ഒരു സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ഭംഗി ഇല്ല. ശരിക്കും ഒരു യുദ്ധം നടന്ന ഒരു ഭൂമി പോലത്തെ ഒരു ഫീലാണ്. മൊത്തം കത്തിക്കരിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വർണ്ണത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി പോവാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ വ്യൂ പോയിൻറ്റിൻ്റെ മണ്ടയിലേക്ക് കയറി പോകാം. ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലയും കുന്നും ആണല്ലോ ഇവിടുത്തെ മെയിൻ. മലനിരകളാണ് മെയിനായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മലയുടെ മുകളിലോട്ട് കയറി ചെന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മൈക്രോ വ്യൂ പോയിൻറ്റിലെ. താഴോട്ട് നോക്കിയാൽ ഒരു വലിയ മല കാണാം. അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ പതിയെ താഴോട്ട് പതിയെ നടന്നു പോവുകയാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ നടത്തി ബോറടിപ്പിക്കണ്ടല്ലോ എന്നോർത്താണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ ഇടുക്കി ഡാമാണ്. അപ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പം പോകുമ്പോൾ കാണുന്നത്. പിന്നെ താഴെ കാണുന്ന കേന്ദ്ര വിദ്യാലയമാണ് കാണുന്നത്. സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു ടവറുണ്ട്. നല്ല കാറ്റാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. ഒരു വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ കയറി വരാൻ ഏറ്റവും ബെറ്റർ. ഈ ഒരു ടൈമിൽ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട്. എന്നാലും ബെറ്റർ ക്ലൈമറ്റാണ്. മുകളിൽ വരുമ്പോഴേക്കും നല്ലൊരു ആശ്വാസമുണ്ട്. നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ഒരു ടൈമാണ് ആയി നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരാളെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു അപ്രത്യക്ഷമായിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി കുറച്ച് താഴോട്ട് ഇറങ്ങി പോവാണ്. പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം. ഇപ്പം കുറേ പിള്ളേർ കയറി വരുന്നുണ്ട്. അതായത് എൻജിനീയറിംഗ് കോളേജിലെ പിള്ളേർ കയറി വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കുറേ നമ്മൾ സംസാരിച്ചു. അപ്പം അവരെല്ലാവരും പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഇടുക്കിക്കാരല്ലാത്തതുകൊണ്ട് അവർക്ക് അധികം പ്ലേസിലൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ അവരോട് ജസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് ഇടുക്കിയിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്നൊക്കെ. അപ്പോൾ അവരാകെ ഒന്ന് പറഞ്ഞ മൈക്രോ വ്യൂ പോയിൻറ്റും ഒന്ന് അവരുടെ കോളേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു വെട്ടമൊക്കെയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പതിയെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ ഒരു മലയുടെ താഴെ നിന്ന് കാണുന്ന ആ ഒരു ഭംഗി ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് കാണിച്ചു തരാൻ ഓർത്താണ്. അപ്പം ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് താഴോട്ട് ഇറങ്ങി പോകാം. ഹെൽമെറ്റ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഹെൽമെറ്റ് വെച്ചതേ ഉള്ളൂ. ഇപ്പോഴും തലയാണല്ലോ കാണിക്കുന്നത്. ഈ പ്രാവശ്യം ചുമ്മാ ഹെൽമെറ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ കുറച്ച് താഴോട്ട് ഇറങ്ങി പോവാണ്. സൂക്ഷിച്ച് വേണം പോകാൻ. കുറച്ച് ഡേഞ്ചറസ് ഏരിയ ആണ്. മീൻസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു, കൊക്കയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. താഴോട്ട് ഫുള്ള് ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു കാട്ടുതീ വന്നതുകൊണ്ട് മൊത്തത്തിലൊരു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ വന്നപ്പോൾ നല്ല പച്ചപ്പായിരുന്നു. ഫുള്ള് നല്ല പ്രകൃതി രമണീയമായ രീതിയിലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ യുദ്ധഭൂമി വന്ന ഒരു അവസ്ഥ, ആ ഒരു ഫീലായിപ്പോയി സത്യം പറയാമല്ലോ. എങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇതൊരു ടൂറിസം പ്ലേസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുകളിൽ പാസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് 100% കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു ജസ്റ്റ് ആ ഒരു വ്യൂ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പള്ളി കാണാം. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു പള്ളിയുണ്ട്, കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറയിലത്തെ സൂമിങ് ക്വാളിറ്റി കുറവാണ്. ക്യാമറയിലെ സൂമിങ് ജസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് അത് നടന്നില്ല. പിന്നെ താഴെ ആനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇങ്ങോട്ട് വരാൻ. അപ്പം ആനയുള്ളൊരു പ്ലേസും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആൾക്കാരെ കയറ്റി വിടാത്ത രീതിയിൽ ഇവർ മൊത്തം കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ഒരു ടൈമിൽ വന്നപ്പോൾ ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊന്ന് ആന ഉണ്ട്, നമുക്ക് എങ്ങനെ പ്രെഡിക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് വരുന്ന കാര്യങ്ങളൊന്നും നമുക്കങ്ങ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളപ്പം ഈ മൈക്രോ വ്യൂ പോയിൻ്റ് ഈ മനോഹരമായ കാഴ്ചകൾ താഴെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഈ കോളേജിലെ പിള്ളേരെല്ലാം ഏകദേശം മുകളിലോട്ട് കയറി വന്നു. അതായത് വൈകുന്നേരം ടൈമിൽ കോളേജ് വിട്ട് വരുന്ന, എന്നിട്ട് കുറച്ച് വൈബായിട്ടിരിക്കാൻ വേണ്ടി അവർ അവരുടേതായ പാട്ടൊക്കെ പാടി അന്താക്ഷണിയൊക്കെ പാടി ഇരിക്കുമായിരുന്നു. ഞാൻ അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോ ആയിട്ട് ഉണ്ടായിരുന്നു, മിസ്സായി പോയെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സോ നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറി പോകാം. അങ്ങനെ ഞാൻ കുറച്ച് മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു സെലിബ്രിറ്റീനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അതായത് പുള്ളി എന്തോ ജസ്റ്റ് എറണാകുളത്തിൽ പോകുന്ന വഴി ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടിരുന്ന ഒരു താരമാണ്. ആഷ്മിത്ത് എന്നാണ് പേര്. ജസ്റ്റ് നമ്മളതൊരു മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതും ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയക്കാരനാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക അറിയാമെന്ന്. ഓക്കെ, പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര പാട്ടും അന്താക്ഷണിയും, പിന്നെ ജസ്റ്റ് പിള്ളേർ കുറേ എണ്ണം കിടക്കുന്നു. നല്ല കാറ്റാണല്ലോ, ആ ഒരു വൈബ് ആസ്വദിച്ച് കിടക്കുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ട് കയറി വന്നു. ആ ഒരു ടൈമിലാണ് നമ്മുടെ ആഷ്മിത്ത് ബ്രോയും ആ മലയിലോട്ട് കയറി വന്നത്. ഈ ആഷ്മിത്ത് ബ്രോ വന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതാണ് ആഷ്മിത്ത്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ മുടിയൻ ഒക്കെയാണ്, ഇൻസ്റ്റാഗ്രാം ID മുടിയനാണ്. പുള്ളിയായിട്ട് ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് അവർ കുറേ വ്യൂ പോയിൻ്റ് പോയ കഥയൊക്കെ പറഞ്ഞ് നമ്മളവിടെ കുറേ നേരം നിന്നു. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് വേറെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടിയില്ല നമുക്ക്. ആഷ്മിത്ത് ബ്രോയും ഫ്രണ്ട്സൊക്കെ പോയിട്ട് വന്ന ആ ഒരു വ്യൂ പോയിൻറ്റിലെ കാഴ്ചയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച്, അപ്പം ബ്രോ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, പിന്നെ അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോകണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അങ്ങനെ അവരുമായിട്ട് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി.